ഞാനിന്നിവിടെ അടുത്തുള്ളൊരു ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പോയിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ ഇടുന്നുണ്ട്. നല്ല തിരക്ക്, ഗുരുവായൂരമ്പലം പോലെ ഒരുപാട് നേരം ക്യൂ നിന്ന് വളരെ നല്ല ഭംഗിയുള്ള ഒരു അമ്പലമാണ്. ശ്രീകൃഷ്ണനാണ് അവിടെ. പിന്നെ ഹനുമാൻ സ്വാമി, പ്രഹ്ലാദൻ, നരസിംഹമൂർത്തി അവരൊക്കെ ഉണ്ട്. എല്ലാവരെയും പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഒരു അമ്പലമാണ്. എല്ലാം ഒരു പ്രത്യേകതരം. ഞാൻ ആദ്യമായിട്ട് പോവുകയാണ് ഇവിടെ. നല്ല ഭംഗിയുണ്ട് കാണാനും, എല്ലാം ഒരു പ്രത്യേകതയുണ്ട് കാണാൻ. അപ്പോൾ അവിടെ പോയപ്പോൾ അവിടെ ഈ പ്രസാദങ്ങളൊക്കെ ആയിട്ട് കൊടുക്കുന്നതാണ് ശ്രീകൃഷ്ണ പ്രസാദം. അപ്പോൾ എനിക്ക് വലിയ കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് കുറച്ച് വാങ്ങി. ദീപാവലിക്ക് വാങ്ങിയതല്ല, ദീപാവലി ആഘോഷമൊന്നുമില്ല, ഫെസ്റ്റിവലൊന്നും ഞങ്ങൾക്കില്ല ഇത്തവണ. പക്ഷെ അവിടുത്തെ പ്രസാദമായിട്ട് വാങ്ങിയതാണ്. കണ്ടോ, അവിടെ ഭഗവാൻ നിവേദിക്കുന്ന ലഡുവാണ്. അതിൻ്റെ കൂടെ തന്നെ ഈ വക സാധനങ്ങളൊക്കെ ഒരു പ്രസാദമായിട്ട് കരുതിയിട്ട് നല്ലപോലെ പ്രാർത്ഥിച്ചിട്ട് വാങ്ങിയ പ്രസാദമാണ്. കഴിക്കൂ, കുറച്ചെടുത്ത് കഴിച്ചോളൂ. ഇല്ല, നല്ലപോലെ പ്രാർത്ഥിച്ചിട്ട് ആയുസ്സിനും ആരോഗ്യത്തിനൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചിട്ട് വാങ്ങിക്കുന്ന പ്രസാദങ്ങളാണ്. കഴിക്കൂ എല്ലാവരും. ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്, കുറേ ഉണ്ട് അത് വീഡിയോ. അപ്പോൾ എല്ലാം ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇടുന്നതാണ്. എല്ലാവരും കാണണം. നല്ല അമ്പലമാണ്. അകത്ത് പോയി നമുക്ക് എടുക്കാൻ പറ്റില്ല, എന്നാലും പുറത്തു നിന്നുള്ളതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ദീപാവലി. എല്ലാവരും കഴിക്കൂ കേട്ടോ. പ്രസാദം പ്രത്യേകം പ്രാർത്ഥിച്ചൊക്കെ വാങ്ങിയതാണ്, പൂജ കഴിച്ച് വാങ്ങിയതാണ്. ഓക്കേ.